വെൽക്കം ബാക്ക് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വർഷം എന്തായാലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കുമെന്ന്. അങ്ങനെ നമ്മള് ലക്ഷദ്വീപ് സീരീസ് കഴിഞ്ഞത് അടുത്ത് നമ്മള് പോകാൻ വേണ്ടി പോകുന്നു. എവിടെയാണമ്പോ? മലേഷ്യ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മലേഷ്യയിലാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമ്മൾ നേരെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറി നേരെ കോലാലംപൂർ ഒന്ന് ഇറങ്ങി. അപ്പോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ മലേഷ്യയിൽ അടിച്ച് പൊളിച്ച് വൈബാക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ലൈഫിൽ ആദ്യമായി ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് ബ്രദറെ, എന്താണ് ഒരു എക്സൈറ്റ്മെന്റ്, എന്താണ് സംഭവം? എനിക്ക് എക്സൈറ്റ്മെന്റ് ആകാംക്ഷയുള്ളൂ. ഇന്നത്തെ ട്രിപ്പ് തൂക്കിയിരിക്കുന്നത് അമ്പൂട്ടനാണ്. അമ്പൂട്ടന്റെ ലുക്ക് നിങ്ങൾ കണ്ട ചെറുക്കടെ കോസ്റ്റ് നിങ്ങൾ കണ്ട, അതായത് ബാഗ് വൈറ്റ് ബ്ലൂ, ഓ സുന്ദരൻ, അടിപൊളിയല്ലേ? എനിക്ക് അമ്പൂട്ടൻ ഇത്രയും നാളെ വിട്ടത് ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സായിട്ട് കോസ്റ്റ്യൂമായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ. നീ അത്രയും പുകഴ്ത്തിയതില്ലേ? ഞാൻ നിന്ന് പുഴുകില്ല, അറിയത്തില്ല. അപ്പൊ നമ്മളെ എന്നത്തെയും പോലെ രണ്ടെണ്ണേ ഉള്ളൂ. നമ്മൾ ലക്ഷദ്വീപിനെ കാട്ടി നമ്മുടെ ഇത് ലഗേജ് കുറച്ചേ ഉള്ളൂ. പിന്നെ ലക്ഷദ്വീപ് പോയപ്പോ എവളിന്റെ മോളിൽ കയറി ഇരുന്ന് അടച്ചത് ഒരു വെട്ടി അടയ്ക്കാൻ പാടുള്ളൂ, ഒരു വെട്ടി അടയ്ക്കാൻ പാടില്ല. പാസ്പോർട്ട് ഇല്ല ഗൈസ്. പാസ്പോർട്ട് ഇല്ലേ? അല്ല ഉണ്ടായിക്കൊണ്ടല്ല, പാസ്പോർട്ട് ഇല്ലേ ചോദിച്ചേ. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ട്രിപ്പ് പോവാം. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? ബാഗ് ഫ്രണ്ടി ഉണ്ട്. ബാഗ് പോയത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞങ്ങളുടെ മൂന്നുപേരുടെയും. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഹലോ, ലിപ്സ്റ്റിക് അന്നെ എപ്പോഴും എന്റെ ലിപ്സ്റ്റിക് കിട്ടും പറയാൻ മിണ്ടത്തില്ല. ഇങ്ങോട്ട് വാ. ഇരുന്ന് ഷോ കാണിക്കാനുള്ള പരിപാടി. ഇരുന്ന് ഷോ കാണിക്കാനുള്ള പരിപാടി. മൂടി തിരിഞ്ഞിരിക്കണ്ട. ഏതാ ഇങ്ങനെ വേണം പോസ് ചെയ്യാൻ. അടിപൊളി. കൈ വെച്ചേക്ക് നോക്ക്. ഏതാ മൂഡ്. ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ സ്റ്റൈല്. ഓ അടിപൊളി കേട്ടോ, അടിപൊളി. ബിച്ചോണ ടാറ്റ ബൈ ബൈ പറയണം. ബൈ ബൈ. ദൂരെ യാത്ര പോവാണ്. അതെ, ഇന്നല്ല നാളെ നമ്മള് പോയിട്ടൊക്കെ വരാം. ശരി, എൻജോയ്. ഓക്കെ അപ്ഡേറ്റ്. ചേച്ചി തിരക്കിന്ന് പറഞ്ഞേക്കണേ. നമ്മള് ലഗേജ് ഒക്കെ കയറ്റി കൈ കരയണ്ടോ, കരയണ്ട, വിഷമിക്കണ്ട. ആദ്യമായിട്ട് ലൈഫിൽ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിനകത്ത് കയറാൻ പോവാ. പലപ്പോഴും പലരെയും നമ്മൾ കൊണ്ടുവിട്ട് അച്ഛനെയൊക്കെ കൊണ്ടുവിടുമ്പോഴും ടാറ്റ കൊടുക്കും, വിളിച്ചോണ്ട് വരുമ്പോഴും അതെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അകം എത്തി നോക്കും. അത് കേറിയിട്ടില്ല, ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം. അടിപൊളി കഴിക്കില്ലേ മലേഷ്യ കാണാൻ? മൃദുലേ ഇപ്പൊ കേറാം, പോവാം. അത് ശരിയല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ കേറട്ടെ. ഗൈസ് ഇവിടെ ഒരു കരയുന്നു ഗൈസ്. നമുക്ക് ടാറ്റാരും ആരും ഇല്ലത്തോണ്ടാണോ വയ്യേ നിനക്ക്? അവിടുന്ന് കേറിയപ്പോ തൊട്ട് കരയിടും കേട്ടോ. പക്ഷേ ഒരു വൻ കോമഡി ഉണ്ട് കേട്ടോ. അയ്യോ ഞാൻ പറയാം, ഇതൊന്ന് കഴിയട്ടെ കേട്ടോ. സെക്യൂരിറ്റി ഒന്ന് കഴിയട്ടെ. അതല്ലേ സെക്യൂരിറ്റി ചേട്ടൻ ഇവരൊക്കെ പാസ്പോർട്ട് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ നോക്കും, 2-3 വട്ടം നോക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് തന്നെ ഇപ്പൊ ഇച്ചിരി ലുക്കായെന്ന് പറഞ്ഞു. എക്സ്ട്രാ സൈഡിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വല്ലതും സത്യം കേട്ടോ. എന്റെ ആ ഫോട്ടോ എനിക്ക് മാറ്റണം, എത്രയും പെട്ടെന്ന് എനിക്ക് പാസ്പോർട്ട് മാറ്റണം. കാരണം ആ ഫോട്ടോ കണ്ടിട്ട് ഞാനത് പറയത്തില്ല, ഒരുമാതിരി ഇരിക്കുകയാണ് ആ ഫോട്ടോ. അത് അന്നത്തെ ക്യാമറ അവരുടെ ഈ 2MB ക്യാമറ ആയിരുന്നു. ഇപ്പോഴത്തെ നല്ല ക്യാമറ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. മൃദുലയുടെ ഒക്കെ നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ എടുത്തൊക്കെ ഇരിക്കുന്നു. അമ്പൂട്ടിന് സൂപ്പർ. എനിക്ക് എത്രയും പെട്ടെന്ന് ഫോട്ടോ അപ്ഗ്രേഡ് ചെയ്യണം കേസ്, ശരിയാവത്തില്ലെങ്കിൽ കേട്ടോ. വളരെ മോശമായിട്ടുള്ളൊരു ഫോട്ടോയാണ് എൻ്റെ.
അത് ഇച്ചിരി മീശയും ഇങ്ങനെ എല്ലാവരും വരച്ച് വെച്ച കണക്ക്. നമുക്ക് 9:25 എയർ ഏഷ്യയുടെ കയറ്റി വിടത്തുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ചേട്ടൻ. അമ്പു അപ്പുറത്തെ അമ്പു കൊണന്നൂടെ അടിക്കണോ? ഒറ്റടി കവള് രണ്ട് ചുവന്നിരിക്കുന്നു. അവള് കരഞ്ഞ് വേറൊന്നുമല്ല കേട്ടോ, അച്ഛൻ ഗൾഫിൽ പോകുന്ന ഓർമ്മ വന്നു പെട്ടെന്ന് അവിടെ നിന്നിട്ട്. ഇതുവരെ ഇതിന്റെ അകത്ത് വീട്ടല്ലായിരുന്നു പോകുന്നേ. അതും ആ ക്യൂല് നിൽക്കുമ്പോഴേ അച്ഛൻ ഭയങ്കര കരച്ചിലായിരിക്കും. എന്നിട്ട് അവിടെ നിന്നിട്ട് ടാറ്റ കാണിച്ചാലും മതിക്കത്തില്ല. ഇങ്ങോട്ട് പോയി ഇവിടെ നിന്നും കൈ കാണിക്കും. ഭയങ്കര കരച്ചിലായിരിക്കും. ആ ഒരു ലൈഫ്. കൈ വെച്ചേക്ക് നോക്ക്. അയ്യോ ഇപ്പൊ അങ്ങ് മുറുകി. ഹേ ഗൈസ്, അങ്ങനെ നമ്മളെ നമ്മൾ ഫസ്റ്റ് അല്ലേ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യുന്നേ, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. ഭയങ്കര ഒരു അമ്പളി പറ്റി. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റാതിരിക്കില്ല. നമ്മളെ ട്രിപ്പിലൂടെ ഓരോ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവൾ പറഞ്ഞു തരുന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രം പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് പറ്റാൻ ചാൻസ്. നമ്മുടെ ലഗേജ് ഭയങ്കര കൂടുതലായി പോയി കേട്ടോ. അല്ല, എയർ ഏഷ്യയുടെ ഒരു റൂളാണ് 7, ബാക്കി എല്ലായിടത്തും 15 കിലോ. ഇവിടെ നമുക്ക് 7 kg പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ചെയ്യും. നമ്മളില്ലാത്തതും കുറെ ഐറ്റംസ് നമ്മള് ലക്ഷദ്വീപ് വരെ പോയപ്പോൾ നമുക്ക് 15 കിലോ കൊണ്ടുപോയിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയില്ല. കെയർലെസ് ആയിട്ട് എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ എക്സ്ട്രാ ഒരു 5,000 ഒരു 5,000 രൂപ പോയി കിട്ടി. 5,500 രൂപ പോയി കിട്ടി. ആവശ്യമുള്ളത് മാത്രം, ബാക്കി അവിടുന്ന് ഷോപ്പ് ചെയ്താൽ മതിയായിരുന്നു. 5,500 രൂപ വെറുതെ കണ്ണി കൂടെ പോയി. അത് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്കത് എടുക്കേണ്ടി വരും കേട്ടോ. പക്ഷെ 5,000 ആവത്തില്ല. നമ്മള് ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഒരു 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 3,000. എന്നാലും അത്രയൊക്കെ നിയർ ബി അത്ര ആവും. ഇനി നമുക്ക് ആവത്തും പറ്റത്തില്ല. ചെക്കിങ് ഭയങ്കരമായിരുന്നില്ലേ? നമ്മള് ഡൊമസ്റ്റിക്കിനെ കാട്ടി ഹൈ ഇല്ലേ? ഭയങ്കര ചെക്കിങ് ആയിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ ഡ്രോണൊക്കെ കൊണ്ടുപോയപ്പോൾ പിടിച്ച് വെച്ചായിരുന്നു. പിടിച്ചിട്ട് ഇങ്ങനെ 240 തന്നെയാണോ, കാരണം 240 മേലുള്ളതിന് നമ്മൾ ലൈസൻസ് വേണം. അപ്പം ഇത് അവർക്ക് കറക്റ്റിന് പേപ്പർ കാണിക്കാനൊക്കെ ചോദിച്ചായിരുന്നു കഴിഞ്ഞ വട്ടം. അത് ഇവിടുന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ചോദിച്ചു. ഈ വട്ടം അതൊന്നും ചോദിച്ചൊന്നുമില്ല. കാരണം ഇവർക്ക് എനിക്കൊന്ന് കുറച്ചും കൂടി മിഷൻ എന്തോ ഒരു ഫാസ്റ്റ് ആയിരുന്നു. ടക്കണ് കയറി പോയി. ഇല്ല, അതിൽ നിന്ന് പിന്നെ അവർ തെരഞ്ഞു നോക്കിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ലക്ഷദ്വീപ് ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് തെരഞ്ഞു നോക്കിയായിരുന്നു. തുറന്നു നോക്കിയായിരുന്നു. ഇതിനാകെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് എയർപോർട്ട് ഒന്നും അല്ലേ? ട്രിവാൻഡ്രം അടിപൊളി എയർപോർട്ട്. ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ഗേറ്റ് നമ്പർ 6 നമുക്ക് ലോഞ്ച് വരും. നമുക്ക് ലോഞ്ച് കയറി നോക്കാം കേട്ടോ. ഫുഡ് കഴിക്കാം. കേറാൻ പറ്റുമെങ്കിൽ. ടൈം ഉണ്ടെന്നാ പറഞ്ഞേ. നോക്കാം, സമയമുണ്ടല്ലോ. കയറാൻ കേസ്. എനിക്ക് നല്ല വിഷമമാണ്. നമ്മൾ നൈറ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് നമ്മളാ മന്തി കഴിച്ചില്ല. ഉച്ചയ്ക്ക് അമ്പൂട്ടടയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അവൻ തറയിൽ കൂടെ നടന്നാ പ്രശ്നമില്ല. കൊറേയൊക്കെ നടന്നിട്ട് പിന്നെ അവന് എഴയണം. തറയിൽ കൂടെ വല്ലാത്ത വാശിയാണ്. അപ്പൊ പിന്നെ അങ്ങ് എടുത്ത്. അങ്ങനെ നമ്മൾ ലോഞ്ചിൽ കയറി. 2 പേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളി. ഞാനും വിചാരിച്ചു 2 കാർഡ് കൊടുത്തിട്ട് ഇററായി. ക്രെഡിറ്റ് കാർഡിനില്ല, ഞാൻ ക്രെഡിറ്റ് കാർഡാണ് കൊടുത്തത്. അത് നമ്മുടെ നല്ലൊരു തീരുമാനമായിരുന്നു. പുറത്തൊന്നും ഫുഡ് കഴിച്ചില്ല. ഞാൻ വിചാരിച്ചു ഓഹോ വലിച്ചു. 2 കാർഡ് ഇല്ല മാം, ഇത് എലിജിബിൾ അല്ല, കൊടുക്കുന്നൊന്നും എലിജിബിൾ അല്ല. ഞാൻ വിചാരിച്ചു പട്ടിണിയാണ് മലേഷ്യയിലത്തെ ഫുഡുള്ളത്. നമുക്കിത് ഇത്ര ഐറ്റംസ് ആട്ടോ ഉള്ളത്. സ്റ്റീംഡ് റൈസ് ഉണ്ട്, ഡാലുണ്ട്, നീലഗിരി വെജ് കുറുമയുണ്ട്, പനീറുണ്ട്, പാസ്തയുണ്ട്, നൂഡിൽസ് ഉണ്ട്, പൊറോട്ടയുണ്ട്, മീൻ മുളകിട്ടതുണ്ട്. ആഹാ, ഇതെന്ത് സാധനം? മുറക് കളി മുറിച്ച. ഗൈസ്, ഞാനൊരു നൂഡിൽസ് എടുത്തു, കുറഞ്ഞ റൈസ്. പിന്നെ ഇത് കളർ കണ്ടിട്ട് സൂപ്പറായിട്ട് തോന്നി. പിന്നെ പാസ്ത എടുത്തു കേട്ടോ. മൃദുല ഇത് എന്തോ മൃദുല ഷുഗർ, ഇത് മുളകിട്ടത് എടുത്തു. മീൻ ഞാനെല്ലാം എടുത്തതല്ല. ഇനി ഈ വർഷം നമുക്ക് കയറാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നത്. നമ്മളെ എടുപ്പ് കണ്ടിട്ടേ. അറിയാം, ഇയർലി ആ ഗൈസ്. തിരിച്ചു വരുമ്പോൾ പറ്റൂലല്ലോ. നമുക്ക് ഇത്രയും ഫുഡ് വെച്ച് 2 രൂപ കേട്ടോ ആയത്. ഇയർലിയാ? ഒരു ഇയർലി 2 പാസ് അങ്ങനെ നൂഡിൽസ് ചേരിയുണ്ട് കേട്ടോ. അതവൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പച്ചക്കളർ ചെയ്യുന്ന ചിക്കൻ. എയർപോർട്ടിൽ 2 സ്പൂണിൽ കഴിക്കുക അല്ലേ മുതലേ? എയർപോർട്ട് ഇന്നലെ ഞാൻ കയ്യിൽ അഴുക്കാക്കി അവന് കൊടുക്കാൻ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. ഇത് അടിപൊളി സാധനം. അതെങ്ങനെയുണ്ട്?
സെറ്റപ്പ് സാധനം കേട്ടോ. ഫ്ലൈറ്റ് പോകില്ല ഫ്ലൈറ്റിന്റെ പാട്ടിന് പോകണം. എഴുതി കളിച്ചിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വൈകിന്ന് അവിടെ കളിച്ചിരുന്നു. ആണോ? അടിപൊളി. ഫിഷ് മുളക് കിട്ടും ടേസ്റ്റ് ചെയ്യും കൂടെ കൊഞ്ചം റൈസും കൂടി. ഫിഷ് മുളക് കിട്ടുമോ രക്ഷയില്ല. ഏട്ടാ മീൻകറി എടുത്തില്ലേ? ഞാൻ എടുത്തില്ല. ഏട്ടാ മീൻകറി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമല്ലായിരുന്നു. ഫിഷ് മുളക് കിട്ട മോളെ രക്ഷയില്ലാത്ത സാധനം കഴിച്ചു. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. മറ്റേ സലാഡൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ. കാരണം ഇവിടെ ലോഞ്ചിൽ വരുന്നതേ പുറത്തുള്ള ഫോറിനേഴ്സ് വരൂലേ, അപ്പൊ അവർക്ക് പറ്റുന്ന ഫുഡും വേണം. അതുണ്ട്. അവിടെ നിന്ന് റോഡ് കാണാം. ഇതെന്റെ ഒരു ചെറിയ സമ്മാനം, റൊമാൻറ്റിക് ഗിഫ്റ്റ്. എന്താ ഐറ്റം എനിക്കറിയാൻ പോയാ കഴിച്ചു നോക്ക്. നീ എടുത്തേണോ ഇങ്ങനെ വെച്ചിരുന്നേണോ അവര് അവിടെ വെച്ചിരുന്നേ? അയ്യോ അത് കഴിക്കാൻ സ്പൂൺ വേണ്ടേ? അതാ ഞാനും ആലോചിച്ചേ. ഒരു ചെറിയ സ്പൂൺ വേണം. കുഴപ്പമില്ല, ഇതിന്റെ തോണ്ടി വെച്ച് കഴിച്ചു നോക്കാൻ പറ്റുമോ? ഞാനൊരു കുക്കുംബർ ആൻഡ് എഗ് സലാഡ് എടുത്തു കേട്ടോ. എടാ നീ ഹെൽത്തി ആയിട്ടുള്ളത് എനിക്ക് അൺഹെൽത്തി ആയിട്ടുള്ളത്. അല്ല അങ്ങനല്ല ഏട്ടാ ഒരു മോനെ പോളി സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്ന അറിയത്തില്ല. അമ്പൂന് കൊടുക്കാം മുട്ടയും കുക്കുംബറും. അടിപൊളി സാധനം കേട്ടോ. നീ ഒന്ന് പറഞ്ഞപ്പോഴേ അമ്പൂട്ട നിന്നെ ഒരു നോട്ടം. ഇതും കൂടെ കഴിക്കണം കേട്ടോ. ഇത് കുറച്ച് പക്ഷെ അവിടെ നിൽക്കില്ല. ഇത് അനുസരണയില്ലല്ലോ നിനക്ക്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് എടുക്കാനാടാ പാട്. അത് കുക്കുംബർ ഉപ്പിലിട്ട ഇഷ്ടപ്പെട്ട സാധനം. എല്ലാം ടേസ്റ്റ് ചെയ്യണം. കുറച്ചാ ഈ ഫുഡൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നേ. മേളിൽ എന്തുവാണ് ഇത് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. ആ സൂപ്പർ സാധനം. ചെറുക്കനെ വെച്ചോണ്ട് ഫുഡ് കഴിക്കുന്ന ഒരുപാട് മെൽറ്റായി പോകുന്നില്ലേ വായിലോട്ട്? ഗീ ആണോടാ അത്? അല്ല ഇതാണ് ഐസ്ക്രീമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്തോ ആണ്. മാംഗോയുടെ ഐസ്ക്രീം എന്തോ ആണ്. അതിന്റെ മുകളിൽ പോമോഗ്രാനേറ്റ് വെറുതെ ഇട്ടേക്കല്ല, എന്തെങ്കിലും ചെയ്തിട്ടേക്കാം. പക്ഷെ അത് നല്ല വായ വെക്കുമ്പോഴേക്കും അലിഞ്ഞു പോകും. അമ്മൂട്ടന് ചോറ് മതി, വേറെ ഒന്നും വേണ്ട. എമിഗ്രേഷൻ കഴിഞ്ഞപ്പോ മൃദുലയുടെ ചെപ്പാക്കുറ്റി നോക്കി ഒറ്റയടി ഇപ്പോഴും കിട്ടി ഓർമ്മ. മിണ്ടത്തില്ല അമ്മ. ദൈവമേ ഈ കുരുപ്പിനെ കൊണ്ട് തോറ്റ്. പേടിച്ച് ഇപ്പൊ പേടിച്ചു കേട്ടോ. നോക്ക് സ്റ്റൈല് നോക്ക്. എന്റെ സ്റ്റൈല് അഴകും. ഇന്നും എന്നെ വിട്ട് പോകല. തന്തേ ഓടി പിടിച്ച അമ്പൂരെ പിടിച്ച. ഏട്ടാ നമുക്ക് ഇവിടുന്ന് കളിച്ച് തിന്നിട്ടൊക്കെ സത്യം ഞാൻ പറയാൻ വന്ന കേട്ടോ. എന്തോ ഫുഡ് കഴിച്ച വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങ ഒരു മൂഡ്. ഫ്ലൈറ്റിന്റെ പാട്ടിന് പോട്ട് കിട്ടണം. ഞാൻ മാത്രം നിന്നെ അടിക്കും. നിന്നെ അള്ളു ഞാൻ. നിന്നെ നെക്കും ഞാൻ. കൊച്ചിന്റെ കണ്ണ് ചെറുതാ. നിന്നെ നെക്കും. ഞാൻ ഞെക്കും. എന്നെ ഞെക്കിയ. നിനക്ക് 1 വയസ്സാണല്ലോ. കൊടമ്പോ ഉമ്മ അള്ളക്കോടി. അതിൽ നടക്കാൻ ഇറക്കി വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരിച്ചു വെക്കൂടെ. ഞാൻ എടുക്കട്ടെ കുറച്ച്. ഇനിയും അല്ല അവള് കഴിച്ചില്ല. അമ്പൂന് കൊടുക്കുമായിരുന്നു. ഞാൻ കുറച്ച് റൈസ് സലാഡ് തോന്നെടുത്ത്. ഞാൻ ഫുഡൊക്കെ കൊള്ളായിരുന്നല്ലേ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുൾ സെറ്റപ്പ്. ഇരിക്കാനൊക്കെ നമുക്ക് സോഫയൊക്കെ ഉണ്ട്. പിന്നെ അതിനടിയിൽ തന്നെ ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാം. ഇവിടെ ലൈവ് ദോശ, നമ്മുടെ മസാല ദോശ, ബെറോട്ടയൊക്കെ ലൈവായിട്ട് ചെയ്യും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിച്ചു തരും. അല്ലേ ഇവിടെയൊക്കെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്, കേക്കും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് മൊത്തം സലാഡാണ് കേട്ടോ. മൃദുല അമ്പൂട്ടന് വേണ്ടി ഒരു ആപ്പിൾ ചോദിക്കുക. തന്നോ? ഫ്ലൈറ്റിൽ ഇരുന്ന് കൊടുക്കാം. 4-5 മണിക്കൂറല്ലേ നമ്മള്. നീ എനിക്ക് ഇതിലൂടെ കൊണ്ടു തന്നെ ഞാൻ മൊത്തം കഴിച്ചില്ല. 458 കലോറി. ഓ മൈ ഗോഡ്. അല്ലാതെ കഴിക്കുമ്പോ കലോറി കാണുമ്പോ ഒരു സങ്കടമല്ലേ. ഇതിന്റെ കലോറി എഴുതിയിട്ടുണ്ടായിരുന്നോ? ഓ മോളെ അത് 71 കലോറി ഉള്ളായിരുന്നു കേട്ടോ. ആ മുട്ടയുടെ സലാഡ് 100 ഗ്രാമിന് 71 കലോറി.
നീ നിനക്ക് കലോറി നോക്കി എടുത്ത് എനിക്ക് നീ കലോറി നോക്കാതെ മധുരമല്ല ഇഷ്ടം. എനിക്ക് മധുരം ഇഷ്ടമല്ല. പക്ഷെ അത് കൊള്ളാം കേട്ടോ, അത് ട്രൈ ചെയ്ത് നോക്കണം. കുക്കുംബർ മുട്ട ഇട്ടടിച്ചത്, ഓ ഇഷ്ടപ്പെട്ടിട്ടാ സാധനം. വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. നാണം കെടുത്തു നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകും പല്ലിൻ്റെ. ഞാൻ പട്ടായ പോവാ, മലേഷ്യ പോകും. അത് വിസ വേണ്ട, ടിക്കറ്റ് ഒന്നും ഇല്ലാതെ പട്ടായ പോകും. അങ്ങോട്ടല്ലേ പോകുന്ന, അവിടെ വൈകി ഇറങ്ങി കയറാം. 3 ആപ്പിൾ പാർസൽ വാങ്ങി. നാണം കെടുത്തു. നീ എന്നെ നാണം കെടുത്തില്ലേ? ഇല്ല, പല്ലില് എന്റെ പല്ല് ഇരിപ്പുണ്ട്. നിന്റെ സലാഡ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം തന്നെ പോയിന്റ്. അങ്ങോട്ട് എനിക്കൊരു പോയിന്റ്, മൃദുലയ്ക്കൊരു പോയിന്റ്. സമാസമം അല്ല, അങ്ങനെ പറയാൻ കൊള്ളാമോ? നിനക്ക് ഫ്ലൈറ്റ് ചെയ്ത് ആപ്പിളും ഇല്ല, നിന്റെ പല്ലിൽ അത് പോയിട്ടില്ല. ഒരു പ്രശ്നവും ഇല്ല. പാസ്പോർട്ടും മറ്റേ ബോർഡിംഗ് പാസും എന്റെ ഇല്ല കേട്ടോ. ഓഹോ, അങ്ങനെയോ? അതിന്റെ ചെറിയ അഹങ്കാരമൊക്കെ എനിക്കാവാം. അങ്ങനെയോ? ഇനിയും വരാം, ഈ വർഷം തന്നെ വരാൻ സാധിക്കട്ടെ. ഒന്നും കൂടി ഇത്രയും കാർഡ് ഇവിടെ എടുക്കും കേട്ടോ. ഇത്രയും കാർഡ്. ക്രെഡിറ്റ് കാർഡ് എടുക്കൂല, പക്ഷെ ഡൊമസ്റ്റിക്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കും. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എടുക്കൂല. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വരണ്ട. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നനങ്ങൂല. അവ എത്ര ദൂരം പോകുന്ന ഞാൻ നോക്കട്ടെ. ഞാൻ നടന്ന് മടുത്ത്, അവന്റെ പുറകെ നടന്ന് മടുത്ത്. അല്ല, ഞാൻ ഇവിടെ നിൽക്കും. ഞാൻ പുറകെ പോകുമ്പോ അവന്റെ സ്പീഡ് കൂടും കേട്ടോ. ചേച്ചിയുടെ കൂടെ പോകുന്നു. ആരാന്ന് വെച്ചോ കൊണ്ടുപോട്ടെ, എന്റെ അത്ര ലഗേജ് കുറയുള്ളൂ. നമ്മളിവിടെ ഉണ്ട്. ഞാൻ വരത്തില്ല നിന്റെ കൂടെ, നീ വേണം എന്റെ അടുത്ത് വരണം ഇതുപോലെ കേട്ടാ. കൊള്ളാല്ലേ ഡ്രസ് ആ ബാഗ് കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ ബാഗ് വെച്ചിട്ട് വലുതായത് ഊരി പോകുന്നു. ഓ, എല്ലാരും പോയി അവിടെ ഇവിടെയും പോയി കുറച്ചുപേരെ നോക്കി വെച്ചേക്കും കേട്ടോ. അവനെ നോക്കി ചിരിക്കുന്നവരെ. പിന്നെ അവ ഏതുവഴി പോയാലും അവര് ചിരിക്കണം. ഇല്ല, ഞാൻ എടുക്കൂല, തന്നെ എണ്ണിക്കും. അമ്പു എല്ലാരും നടക്കുന്ന തറയായി, കുഴപ്പമില്ല. കൈ സാനിറ്റൈസർ വെച്ച് ചെയ്യാം. എടുത്ത ഭയങ്കര നിലവിളിയാ. പിന്നെ ആദ്യം പറക്കി എന്നെ ഇടിക്കുവേ. വരത്തില്ല ഞാൻ. വരാനാ? എന്താ അവൻ വീടാണ് ഇത്? ഇല്ലടാ, അവിടെ വരയാ. ഞാൻ വരുന്നുണ്ടോ നോക്കുവോട്ടോ. എന്തൊക്കെയോ പറയുന്നത്. എല്ലാവരുടെയും മുഖത്ത് നോക്കൂടെ അവരെ നോക്കുന്നുണ്ടോന്ന്. ശശി ഫ്ലൈറ്റ് ഡിലേ ആണ് ഗൈസ്. പലരും ഈ എയർ ഏഷ്യ പറ്റി, സർവീസിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എത്ര മണിക്കൂർ? 1 മണിക്കൂർ ഡിലേ ആകുന്നു അല്ലെ? 1 മണി 45 മിനിറ്റ്. 12:10 വരേണ്ടത് 12:05 വരേണ്ടത് ഇപ്പൊ 12:45 കഴിയുമെന്ന് പറയുന്നത്. അതുമല്ല, നമുക്ക് സുഖമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി ലഗേജ് ഒക്കെ കൊണ്ട് വെച്ചിട്ട് ഒരാളെ സമയം ഉണ്ടായിരുന്നു. അല്ല, ഡിലേ ആവും നമ്മൾ അറിഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആയാലേ പിള്ളേർക്ക് ഇരുന്ന് കളിക്കാല്ലേ. അതാ അമ്പുവേ, അവൻ ഈ പെങ്കുച്ചി ചെയ്യുന്ന പോലെ ചെയ്യണം കേട്ടോ. ഇപ്പൊ നിരങ്ങിയപ്പോ അവിടെ പോയി നിരക്കുന്നത് നോക്കി ഇതൊന്നും പിടിക്കാൻ നിൽക്കുന്നത്. കളിക്കാറായി. ആദ്യമായിട്ട് അമ്പു ഇങ്ങനെ കിഡ്സ് ഏരിയയിൽ കളിക്കുന്ന കാണുന്നത്. ഫസ്റ്റ് ടൈമാ. തകർക്കുന്നു. വെളിയിലടാ, അകത്തിടാ. എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യറിന്. ഇഷ്ടമായിട്ടോ ഇതൊക്കെ. ഇവന് 2-3 ദിവസം എന്ത് വരുന്നേട്ടോ കുഴപ്പം. ഇപ്പൊ ഓക്കെ ആയി. കൂടുക ഞങ്ങളുടെ കൂടെ. ഇല്ല, നിങ്ങൾ കളിച്ചോ. This is Akila from Indonesia. Yeah. Oh, Indonesian girl. She is now on BB2 and soon it will be first chartered. കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. It will be first chartered. എന്തോന്ന്? നീ എന്തിനു മാങ്ങാടി പറഞ്ഞ? കൊച്ചിപ്പോ BB2 പഠിക്കുന്ന. ഇനി ഉടനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമെന്ന് മനസ്സിലായില്ലേ? ഓ, ഇന്തോനേഷ്യൻ അല്ലേ? നമ്മളോട് വേണോ വരുന്നേ? അറിയില്ല. അതറിയില്ല, ഞാൻ ചോദിച്ചില്ല. അത് ഈ മലേഷ്യ ഇന്തോനേഷ്യ തമ്മിൽ ബന്ധമുണ്ടോ? മിണ്ടണ്ട, വാ തുറന്നു. കിഡ്സ് ഒക്കെ കൂടുതൽ. അടുത്ത കിഡ്സിന്റെ എണ്ണം കൂടി. പിള്ളേരെണ്ണം ഇടി എറിയുന്നടി ബോൾ എടുത്ത് ആ കൊച്ചിനെ എറിയുന്നടി. കളിയായിരുന്നു ഇവിടെ. ടെറർ കേട്ടോ. പെട്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ജാങ്കോ, ഞങ്ങള് സംസാരിക്കുന്നത് കൊച്ചു നല്ലോണം പറയുന്നുണ്ട് കേട്ടോ. അല്ല, അവൾ ഇതുപോലെ 2 വട്ടം വെച്ചത്. ഞാൻ പറഞ്ഞത് തറയിൽ വീഴുമെന്ന്. എനിക്കറിയാം. യു ആർ വെരി ടാലന്റഡ്. ശരി, എന്നാ പിന്നെ ഞാൻ പോണു. See, talk to him. No talk. Say hi. My flight is waiting. Bye. ഹലോ പറഞ്ഞു വെച്ചിട്ട് ഹലോ. ഹായ്. കേറി പോടാ, അകത്ത് കേറി പോടാ.
അത് തരപ്പെടാ ബൈ. അമ്പുവേ ഒരു ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്യ്. അതാ അപ്പൊ ഇന്തോനേഷ്യ ചേച്ചിയായിട്ട് കമ്പനിയായി ഭയങ്കര. കൂറുള്ളതല്ലേ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാലോ. ആ അവരമ്മ കൂട്ടായി കേട്ടോ. ഭയങ്കര കമ്പനി. കളിക്കുന്ന ലാംഗ്വേജ്. ബോള് കൊടുക്കുക, തിരിച്ചു വാങ്ങിക്കുക, അങ്ങോട്ടിടുക, ഇങ്ങോട്ട് വാങ്ങിക്കുക. ദോ പോന്ന് പുറകെ പോകുന്നു കേട്ടോ. കോൺക്രീറ്റ് ഇത് പണിക്കാരനാന്നോന്നല്ലോ. താവൂക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരാള് കട്ട കൊടുക്കും. വാ വാ ന്യൂ അഡ്മിഷൻ വാ. മൃദുല ഇവിടെ എയർപോർട്ടിൽ അംഗൻവാടി തുടങ്ങി കേട്ടോ. ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ. ആയേ കഞ്ഞിയപ്പയറ റവ ഉപ്പ വല്ലതും ഉണ്ടോ? പിള്ളേര് കൂടിയല്ലോ. ഇപ്പൊ ചിക്കൻ ബിരിയാണി അഡ്മിഷൻ. അതുകൊണ്ട് നിന്റെ മോനെ വിളിച്ചു കൂട്ടുന്നത് ഇതിലെ പോകുന്ന ആൾക്കാര്. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, അവന്റെ തരത്തിൽ ഒരാളെ കണ്ടപ്പോ കൂടെ ഇറങ്ങി വിളിച്ചോണ്ട് വന്നടാ. ഓഹോ, രണ്ടുപേരും ഒന്നിച്ച് പുറത്തുപോയി ഒന്നിച്ച് തിരിച്ചു വന്നു. കമ്മ്യൂണിക്കേഷൻ കണ്ട് അകത്ത് കയറാൻ പറഞ്ഞുണ്ടോ? മലേഷ്യന്ന് ഒരു മുട്ടു സൂചിയെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കും വാങ്ങണമെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണം. കാരണം എൻ്റെ കയ്യിലാണ് അവിടുത്തെ പൈസ ഉള്ളത്. MYR നിങ്ങൾ കൂട്ടി വായിച്ചോ. അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. അവിടുത്തെ കറൻസിയുടെ പേര് അങ്ങനെ MYR. നമ്മുടെ NIR പോലെ NRI ഒട്ടത്തര വിളിച്ച് പറഞ്ഞോളൂ ഒരു കോൺഫിഡൻസിൽ. അപ്പം എൻ്റെ കയ്യിലാണ് ഇരിക്കണ MYR. അവിടെ കാണുന്നില്ല. നമ്മളതിൽ 1200 MYR ഉണ്ട്. എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ച് എന്ത് വാങ്ങിച്ചാലും അവിടെ ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വരും. കാരണം നമുക്ക് ലഗേജ് ഫുള്ളാണ്. വലിയ മണ്ടത്തരം. നീ പോകുന്നില്ലല്ലോ മലേഷ്യക്ക്? അല്ലടാ, ഈ എയർ ഏഷ്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിന്റെ റൂൾ അല്ലാതെ മലേഷ്യയുടെ റൂൾ അല്ല. എന്തൊരു റൂളാ അത്? അല്ല, അതുകൊണ്ട് ഇവിടെ ഈ ഫ്ലൈറ്റിന് ഫെയർ കുറവാണ്. അതുകൊണ്ടായിരിക്കണം ഫെയർ കുറവ്. ഇങ്ങനെ അവർ ഈ ഫെയർ കൂടി ഇതിന് എടുക്കൂലേ? അറിയാത്തവരെല്ലാം ചെക്കിങ് ബാഗ് കൊണ്ടുവരും. അതിന്റെ പൈസ എടുക്കണം. നിന്റെ ലാപ്ടോപ്പും ഡ്രോണും അതും ഇതും തന്നെ 7 കിലോ ആവും. ഇനി ബാഗ് പൊളിച്ചങ്ങ് നിൽക്കണം. ക്യൂ എവിടം വരെ ക്യൂ നോക്കി. ഇനി സ്ഥലമില്ല. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കയറ്റി വിടൂല. ഇൻഫന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഡിഗോയിലൊക്കെ പോകുമ്പോൾ ഇൻഫന്റ് ഉണ്ടെങ്കിൽ ഒരു ലൈനിൽ നിർത്തൂല ഗൈസ്. ഇൻഡിഗോ ആണ് ബെസ്റ്റ് സർവീസ് ആയിട്ടോ. നമ്മൾ ഒരുപാട് ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. നമ്മൾ ഇതിലിട്ട് യാത്ര ചെയ്തുള്ള ഇൻഡിഗോയില്ല. വേറെ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറിയിട്ടില്ല. പക്ഷെ ഇൻഡിഗോ ഒരു നല്ല സർവീസ്. അന്ന് ഇവിടെ പോയപ്പോ വേറെ ഏതോ ഫ്ലൈറ്റിൽ കയറി, കാശ്മീർ പോയപ്പോ ഇടയ്ക്ക് വെച്ച്. അത് വിസ്താരമായിരുന്നു. അത് വലിയ പക്ഷെ നമ്മൾ ബെസ്റ്റ് ഇൻഡിഗോ ആണ് കേട്ടോ. നമ്മൾ ഇതിലിട്ടും കയറിയത് ഇൻഡിഗോ. സ്റ്റാഫും ഒരു ഇൻഫന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ലൈനിൽ നിർത്തൂല. ഒരു കയറ്റി വിടും പെട്ടെന്ന്. മ്യൂസിക് കേൾക്കാം. മലേഷ്യ 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 മലമേഷ്യ. നീ എന്ത് പാടിയാലും അതിനെ തുറന്നു ഉണ്ടായിരിക്കും. നീ ഇനി മലേഷ്യയിൽ പോകണ്ട. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നു. ആ നല്ല ചേച്ചി കേട്ടോ. How are you? ഹായ്. ഇത്രയും വലിയ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? ഇത്രയും വലിയ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? പിന്നെ നമ്മള് കാശ്മീര് പോയത് ഇത്രയും വലിയതല്ല. ഇത്രയും വലിയല്ലേ അല്ലേ? അല്ല. ഇല്ല ഇത്രയും നീളം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് പൊളി ചേട്ടാ. ഇതിലൊരു 100 പേരുണ്ടാവോ? 100 കാണൂ. ലെഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഇല്ല കേട്ടോ. ചറപ്പറ അടിച്ച് സീറ്റ് അടിച്ചേക്കുക. നമ്മുടെ സീറ്റ് നോക്കിയിരിക്കും. എന്തോ തന്നിരിക്കുന്നേ? സഞ്ചിയും കവറൊക്കെ കൊണ്ട് തന്ന്. അതെല്ലാം അവരുള്ളതാ. അത് ഡൊമസ്റ്റിക്കിലെന്ന് പറയുമ്പോൾ പറഞ്ഞില്ലായിരുന്നില്ലേ? അതിന് കൂടുതൽ ടൈം ഇല്ലേ, ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ടൈം ആയതുകൊണ്ട്. ചേച്ചി കുറെ നേരം സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ. അവരുടെ സ്ലാങ് നമ്മൾ മറ്റേ കളിയാക്കുമല്ലോ, സവാട്ടിക്ക എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കുന്നില്ലേ? ആ ഒരു സ്ലാങ് ഓഫ് ഇംഗ്ലീഷില് സത്യം ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. മനസ്സിലാകത്തില്ല കേട്ടോ ഇംഗ്ലീഷ്. അല്ലാണ്ട് തന്നെ ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല. ഞാൻ ആദ്യമായിട്ടാ ഫ്ലൈറ്റിൽ തമിഴ് പറയാൻ കേൾക്കുന്നത്. അത് ശരിയാട്ടോ. നമ്മുടെ മലേഷ്യ എന്ന് പറയുന്ന ഒരു മിക്സഡ് കൾച്ചറാണ്.
നമ്മളവിടെ തമിഴുണ്ട്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറും ഉണ്ട്, ചൈനീസും ഉണ്ട്, പിന്നെ മലയാണ് അവിടുത്തെ മൊഴി. സംസാരിക്കുന്ന മലയല്ലേ? സത്യം. അപ്പൊ ഒരു മിക്സഡ് കൾച്ചറാണ് ഗൈസ് നമ്മുടെ മലേഷ്യയില്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇതുണ്ട്, അവിടെ അമ്പലം ഉണ്ടല്ലോ, മുരുകക്ഷേത്രം ഉണ്ടല്ലോ, പിന്നെ വെസ്റ്റ് കോലാലംപൂർ പോലത്തെ വലിയ സിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടുത്തെ പോപ്പുലേഷൻ എത്ര 30 മില്യണിന് മുകളിൽ അവിടെ പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ പിന്നെ നമ്മുടെ ടൂറിസം, പിന്നെ IT ഒക്കെ ഭയങ്കര ഡെവലപ്ഡ് ആണ്. പിന്നെ പാം ഓയിൽ, പിന്നെ നമ്മുടെ അങ്ങനത്തെ ഫ്യൂവൽ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെയൊക്കെ മെയിൻ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് നോക്കിയത്, ഗൂഗിളിൽ നോക്കിയതാ. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് യാത്ര തുടങ്ങി. പക്ഷെ നിന്ന് തിരികെ ശ്വാസം മുട്ട്. പക്ഷെ വിൻഡോ സീറ്റ് നൈസാട്ടോ. ഇത്രേ ദിവസം കിട്ടിയാലും വിൻഡോ അത്യാവശ്യം നല്ലത് കിട്ടി കേട്ടോ. നൈറ്റാണ് ശരിയാ, നൈറ്റ് പക്ഷെ നല്ല വിൻഡോ കിട്ടിയായിരുന്നു എനിക്ക്. കിടന്നുറങ്ങാൻ നല്ല വിൻഡോയാ. അമ്പോ പാല് പിടിക്കുക കേസ്. അങ്ങനെ നമ്മള് ഇപ്പം ഫ്ലൈറ്റ് എടുക്കുമായിരിക്കും. സമയം 12 1 മണിയായി കാണും. 1 മണിയായി കാണും. 1 മണി കഴിഞ്ഞ് കാണും എന്തായാലും. ഫ്ലൈറ്റിൽ തമിഴ് പറയുമ്പോൾ മൃദുലയുടെ ഒരു പ്രൗഡ് ഫീലേ. നമ്മളെ പച്ച തമിഴ് എന്നൊക്കെ എന്തോ വേണം. നല്ല ലാംഗ്വേജ് അല്ലേ? ചിലര് റീമേക്ക് ഒക്കെ ചെയ്യുമ്പോൾ തമിഴിലും ഇറക്കുമല്ലോ, മലയാളത്തിലൊന്നും ഇറക്കില്ല. മലയാളത്തിനോട് സ്നേഹോടെ തമിഴിനോട് കപ്പ തമിഴ്. വണ്ടി ചലിച്ചു. തിരുവനന്തപുരം അതൊരു വേറെ പ്രൗഢിയാട്ടോ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ. എവിടെ? അതൊന്നും കാണുന്നില്ല. റിഫ്ലക്ഷൻ. ആദ്യമായിട്ടല്ലേ ഒരു മെയിൽ ക്യാബിൻ ക്രൂവിനെ കാണുന്നേ. ഇപ്പോഴാണ് രണ്ടായിട്ട് സാധനം എടുത്ത് എന്റെ മോന് ചിരിക്കുന്ന രാത്രി ആയതുകൊണ്ട് ഒരു പുല്ലും കാണുന്നില്ല. എടാ ഇതെന്തോ പോകണ പോലെ. പിന്നെ മേളിൽ എന്തോന്ന് അടിക്കുന്നു. ഊരി പോകും. പൊങ്ങി അയ്യേ കിടന്ന് കരയണ് കൈസാറേ. അടിപൊളി കേട്ടോ. സെറ്റില്ലേ? ടാറ്റ ട്രിവാൻഡ്രം. അപ്പൊ ഒരു 4 ദിവസം കഴിഞ്ഞ് കാണാട്ടാ. ബീച്ച് രാവിലെ ആയിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഒന്നും കാണുന്നില്ല. ഇവിടെ എത്ര ബോട്ടാന്ന് നോക്കിയ മൃദുലേ നീ? അതെല്ലാം ബോട്ടാ. ചെറിയ ലൈറ്റ് കാണുന്ന എല്ലാം ബോട്ടാ. എത്ര ബോട്ടാ ഫിഷിങ്ങിന് വൈകുന്നേ നോക്കി. ഗൈസ് അമ്പൂട്ടൻ നല്ല ഉറങ്ങി കേട്ടോ. നമ്മളും ഒന്നെടുത്ത് മയങ്ങട്ടെ ഗൈസ്. റെസ്റ്റ് എടുക്കട്ടെ. ഈ സാധനമൊക്കെ അന്ന് ചലഞ്ചിന് വാങ്ങിച്ചത് ഇപ്പോഴും ഉപയോഗപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒന്നും കാണുന്നില്ല. ബൈ. കേറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതൊരു ഉറക്കമായിരുന്നു അറിയോ. ലാൻഡ് ചെയ്യാനായിട്ട് വന്നപ്പോഴേ ഇവിടെ മൊത്തം
മൊത്തം ഒരു 40-50% മൊത്തം പന. അത് നല്ല അടിപൊളി കാണാൻ ഇങ്ങനെ ഒരേ കണക്കേ. നമ്മളില് തെങ്ങ് പോലെ ഫുള്ള് ലാൻഡിങ് ഫുള്ള് ഇതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പ് കൂടെ ഓറായ. ഇപ്പൊ നോക്കി തിരിച്ച് കയറ്റി വിടും നമ്മളെ കൊറിയണ്ണന്റെ കൂടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ മേലിൽ നിന്ന് തന്നെ കാണാൻ എന്ത് അടിപൊളിയില്ലേ. ഒരു നല്ല രസമുള്ളൂ. ആദ്യമായിട്ടേ നമ്മളൊരു വേറൊരു രാജ്യത്ത് പോകുന്നത്. നമുക്ക് ഒന്നിച്ച് മലേഷ്യ കാണാം. പ്ലക്കാർഡോ? ആ മറ്റേ നമ്മളെ ആളില്ലേ കാണുമായിരിക്കും. നമുക്ക് ചോദിച്ചു പറഞ്ഞൊക്കെ കാണാം മലേഷ്യ. അമ്പൂട്ടം കേറിയപ്പോ ഉറങ്ങാൻ തുടങ്ങിയതാ കേട്ടോ. ഇതാണ് കേട്ടോ എയർപോർട്ട് ഇവിടുത്തെ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വന്ന ഫ്ലൈറ്റിൽ പോകാനുള്ളതാണ്. ഇരിക്കുന്ന എല്ലാവരും അവിടെ. അതാണ് നമ്മൾ പോയപ്പോൾ അവിടെ തുറന്നത്. പിന്നെ നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റൂ. ചടപട ട്രിപ്പ് അങ്ങോട്ട് അടിച്ചോണ്ടിരിക്കും. ക്ലീനിങ് തുടങ്ങി. എത്ര നേരം നിന്ന് കഴിച്ച് ഇമിഗ്രേഷന് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും വന്നിട്ടൊന്നും അവരൊരു കൺസിഡറേഷൻ തരത്തില്ല കേട്ടോ. നമ്മൾ മാത്രമല്ല, ആ അമ്മയും കുഞ്ഞും പോവാ. ഞാൻ എവിടെ ഉണ്ടായടാ? ഞാൻ അമ്മയും കുഞ്ഞും വേണേ പൊക്കോളാം. അയ്യാ, അത് ശരിയല്ലേ. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടിൽ ആദ്യമായി സീലടിച്ചു. അയ്യോ, അത് സൂപ്പർ ആയിരുന്നില്ലേ? തുറന്ന് കണ്ടപ്പോ ഇത്രയും വർഷം ഉപയോഗിച്ചിട്ട് ഒരു വർഷം. ഞാൻ ഒരുപാട് വർഷമായില്ലേ. അമ്പൂട്ടന്റെ അടിച്ച്. നമ്മുടെ ഉരുട്ടുന്ന വണ്ടി കേട്ടോ ട്രിവാൻഡ്രത്ത് നല്ലത്. ഇതൊരു കോണാ പോകുന്ന ഒരു സാധനം. വണ്ടി ഉരുട്ടാ അറിയത്തില്ല, എന്നാ കൊച്ചിയെ എടുക്കത്തില്ല. മോണ്ണെ കൊണ്ടൊക്കെ മലേഷ്യ വന്നല്ല ഞാൻ. ലാസ്റ്റിലത്തെ നമ്മുടെ ബാഗേജ് ചെക്കിങ് കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. എടി, ഇവിടെയും കോറൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. കോറൽസ് ഒക്കെ എടുക്കരുതെന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷ്, കോറൽസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന്. സെയിം ലക്ഷദ്വീപിൽ അതേപോലത്തെ ബോർഡ് വെച്ചേക്കുന്നേ. കൊണ്ടുപിടി ഇരിക്കും. നമ്മളെ വിളിക്കാൻ ആരുമില്ല. ചവാത്തിക്ക ആരുമില്ല. ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് പറയുന്നില്ലേ. നമ്മളെ ടാറ്റ പറയാനും ആരുമില്ല, വിളിക്കാനും ആരുമില്ല. നോക്കട്ടെ, നമ്മളുണ്ടോ അത്? കണ്ടില്ലല്ലോ നമ്മള്. ഇത്രയും പേരുണ്ട് നമ്മളെ കൂടെ. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ അതിന് മേൽ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഈ ഒരു ബസ്സിലാട്ടോ പോകുന്നത്. ഇപ്പൊ ലഗേജ് നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകണം അല്ലേ? കേറാൻ പാടല്ലേ? വണ്ടി കയറി. എന്ത് ക്ലീൻ ആയില്ലേ. ഓരോ സ്ഥലം എന്ത് അടിപൊളിയാ. മരമുണ്ട്, റോഡ് നല്ല ക്ലീൻ റോഡ്. ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മാരി നീറ്റ്. അടിപൊളിയാട്ടോ. വണ്ടി ഫുള്ളാളാട്ടോ. മലയാളികളുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. ഈവനിങ് ഒക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. അമ്പു എന്ത് ഉറക്കമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ട്രിവാൻഡ്രത്തുനിന്ന് ഉറങ്ങാൻ തുടങ്ങിയില്ല. സത്യം. AC ഓഫ് ചെയ്യണം. ഗൈസ്, അങ്ങനെ മലേഷ്യൻ മണ്ണിൽ നമ്മൾ കാല് കുത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതെന്തുവാ ഇത്? ഞാന് ഈ റോഡ് കാണുമ്പോഴും ഇവിടുത്തെ വണ്ടികൾ കാണുമ്പോഴും എൻ്റെ മൈൻഡിൽ വരുന്ന GTA 5 ഗെയിമാ. കാരണം അതിനകത്തെ പോലത്തെ റോഡും അത് കണക്കത്തെ വണ്ടികളും. എന്തോരോ വണ്ടികളാ ഗൈസ്. ഞാൻ ഇങ്ങനെ വണ്ടി വായി നോക്കി വരുമായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ബ്രാൻഡ് വണ്ടികൾ. പിന്നെ ടൊയാറ്റോയുടെ തന്നെ, നമ്മുടെ ഫോർച്യൂണറിൻ്റെ തന്നെ മോഡിഫൈഡ്, പിന്നെ പല മോഡിഫൈഡ് കാറുകൾ, ഈ ഹോണ്ടയുടെ ഒക്കെ മോഡിഫൈഡ് കാറുകൾ. ഒരു BM വരുന്നുണ്ടോ? എന്ത് ലുക്ക് നോക്കി. എല്ലാം നല്ല അടിപൊളി അലോയൊക്കെ ആയിട്ട് സെറ്റ്.
നീ ഇവിടെ എന്തിനാ വന്നേ? എവക്ക് എന്തറിയാം മൊണ്ണ വണ്ടിയെ പറ്റി അറിയാമോ? ഈ ബ്രാൻഡ് ഉണ്ടോ? ഇത് ഏത് ബ്രാൻഡെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ലാത്ത ബ്രാൻഡാ. ഇതിന്റെ ഒരുപാട് കാറുകളുണ്ട് ഇവിടെ. അതാ ഞാൻ ആലോചിക്കുന്നേ, ഇതൊക്കെ ടൊയോട്ടക്ക് ഇന്ത്യ ഇറങ്ങിക്കൂടെ? കൊറേ അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ. സോറി പെട്ടി അവിടെ ആയിപ്പോയില്ലേ? പെട്ടി അപ്പൊ നമ്മള് ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഈ ഹോട്ടലിലോട്ട് വന്നിരിക്കുക കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷൻ 5 സ്റ്റാർ ആണ്. അല്ലേ 5 സ്റ്റാർ അല്ലേ? അങ്ങനെയാന്നാ ചേട്ടൻ പറഞ്ഞേ. അല്ല ഇത് 5 സ്റ്റാർ അല്ലേ? അല്ല ഇവിടെ നമ്മള് ഫ്രഷപ്പ് ആവൂലേ? ഇത് കണ്ടോ? ഈ ഒരു ഷോപ്പ് കണ്ടോ? ഈ 7 എഴുതിയിരിക്കുന്ന ഇതും GT5 ഉള്ളതാ. എനിക്ക് ഇവിടെ കണ്ടിട്ട് ഫുള്ള് GT5 പോലെ തോന്നുന്നു. എനിക്കും വേണം ഒരു വണ്ടി. അത് യുഎസിലെയാ. ഇത്രയും ബാഗ് ഒന്നും കൊണ്ടുവരില്ല ഇനി ഒരു ട്രിപ്പിന്, ദൈവത്തെ ഓർത്ത്. ഇതിപ്പോ എന്റെ മാത്രം കേട്ടാ, മലേഷ്യ ഒന്ന് ഇപ്പൊ ഇവിടെ കിടന്ന് അടിയാവും രണ്ടുപേരും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്തൊരു ഇവ എന്തൊരു ഉറക്കമോ കഴിച്ചവൻ. ഇവിടത്തേക്ക് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ സ്ലാങ് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാനാണ് സംസാരിച്ചത് ഒരിടത്ത്. സംസാരിച്ചില്ലേ? കേട്ടില്ല? ഈ പെണ്ണുണ്ടല്ലോ എന്നെ പ്രോത്സാഹിപ്പിക്കത്തില്ല ഗൈസ്. ഞാനാണ് ഇപ്പൊ അവിടെ സംസാരിച്ചത് കണ്ടാ. എന്റെ കയ്യിലാണ് തന്നത്. കണ്ടോ റൂമിന്റെ വൈഫൈ പാസ്വേഡ് തന്നിട്ട് ഓൾറെഡി പറഞ്ഞു 2 മണിക്ക് മുന്നേ ചെക്കൗട്ടാണ്. ഫുഡ് കഴിച്ച് എനിക്ക് മനസ്സിലായി. ഇനിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നീ മനസ്സിലാവാത്ത കണക്ക് നിന്ന് കണക്ക് തോന്നുന്നു. ഞാൻ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നോക്കിയോണ്ട് നിന്നാ. ഏട്ടാ എന്നിട്ട് പിന്നെ ശരിയാണ് 2 മണിക്ക് മുന്നേ വരണം. 2 മണിക്ക് മുന്നേ വരണം. ഇങ്ങനത്തെ ഒരു പുച്ഛിക്കുന്നൊരു വൈഫ്. ഇത് ജസ്റ്റ് ഒരു ഫ്രഷപ്പ് ആവുന്ന റൂമാട്ടോ. പക്ഷെ ഞാൻ ഇത്ര സെറ്റപ്പ് പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഒരു 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആയിരിക്കുമല്ലോ. എന്തൊരു പ്രശ്നം? ഇടാം അടങ്ങൊന്ന് പെണ്ണ തിരിച്ചിടാ. കാണുന്നില്ലേ? ആ മൊണ്ണയാണല്ലോ നീ. 2 ബെസ്റ്റ് ആട്ടോ. മലേഷ്യ വന്നിരിക്കുക 2 വെട്ടിയെടു മൊണ്ണേ. പിടി ക്യാഷ്. അയ്യോ ഒരെണ്ണ പുറത്ത്. അതെന്റെ ബ്ലഡി ഊളയാണ് കഴിച്ചത് അവള്. ബ്ലഡി ഊള. നിന്റെ മോനായി നിന്റെ പാടായി. എനിക്കൊന്ന് കേൾക്കണം, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അയ്യോ അമ്പു ഉണര്. മുനീറെ കണ്ണ് ചിമ്മ്. മുനീറെ കണ്ണ് ചിമ്മ്. എടി എന്നാലും ഇവിടെ എന്തോ ഒരു കാറുകളാ. പക്ഷെ അലോയ് ഹോണ്ടയുടെ ഒക്കെ സിവിക്കൊക്കെ മോഡിഫൈ ചെയ്ത് ഒരു ലെവലാക്കി വെച്ചേക്കുന്ന ഗൈസ്. ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ. പൊട്ടിച്ചോണ്ട് പോന്ന് സിവിക്കിലൊക്കെ. ഒരു പ്രശ്നം. എന്തൊരു ശബ്ദം. ഞാൻ കണ്ടിട്ട് കിടന്നുറങ്ങിയേ ഗൈസ്. അപ്പോ ഇതാണ് റൂം കേട്ടോ. TV അല്ലേ കൂറ TV കുഴപ്പമില്ല. ഇവിടെ നമ്മള് ഫ്രഷപ്പ് അല്ലേ? ഫ്രഷപ്പ് 2 മണിക്കൂറുണ്ട്. പക്ഷെ എന്നാലും സെറ്റ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമിന് അല്ലേ? 2 ബെഡ്, ഫ്രിഡ്ജ് ഉണ്ടോ? മിനി ഫ്രിഡ്ജ്, വാർഡ്രോബ്, ബാത്റൂം ഉണ്ടോ നോട്ട്. കൊള്ളാടാ, നല്ല റൂമടാ, അടിപൊളി റൂം. സോ ഗൈസ് എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫ് ആവാറായി. ഞാൻ ഒന്ന് ചാർജൊക്കെ ചെയ്യട്ടെ, നമ്മൾ റെസ്റ്റ് ചെയ്യട്ടെ. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അങ്ങോട്ട് കറങ്ങാനും കാണാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഒരു നമ്മൾ എക്സൈറ്റഡിൻ്റെ പുറത്ത് ഇങ്ങനെ കാർ. ഇപ്പം ദുബായിലൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്നവർക്കോ അല്ലെങ്കിൽ ഫോറിലിരുന്ന് വീഡിയോ കാണുന്നവർക്കോ ഇങ്ങനത്തെ കാറൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. നമ്മൾ അവിടുന്ന് ആദ്യമായിട്ട് ഇന്റർനാഷണലിൽ വരുമ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മളെ നാട്ടിൽ കാണാത്ത വണ്ടികളൊക്കെ നമ്മൾ കാണുമ്പം
നമുക്കൊരു കൗതുകം എക്സൈറ്റ്മെന്റ് അതിന്റെ പുറത്താണോ ഞാൻ പറഞ്ഞത്. അപ്പൊ കമന്റിൽ വന്ന് എന്തടയാ ഭയങ്കര പറയല്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഈ 2 മണിക്കൂറും ഒന്ന് റെസ്റ്റ് എടുക്കട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണം. മൃദുല അവിടെ ലോഞ്ച് ചെയ്യുന്ന അടിച്ചു പറ്റിയ ആപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് വെച്ച് റെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഇന്നത്തെ അണക്കലില് ഞാനാണെന്ന് തോന്നുന്നു വിൻ ചെയ്തത്. കാരണം ഞാൻ അവിടെ തൊട്ട് അണക്കാൻ തുടങ്ങിയത്. പക്ഷെ 2-3 പോയിന്റ് കൂടി ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ, ലവ് യു ഗൈസ്. നാളെ കാണാം. പക്ഷെ നാളെ അല്ല, അടുത്ത വീഡിയോ കാണാം.